ആലസ് രൂപതയുടെ സ്ഥാനിക മെത്രാനും കോട്ടയം അപ്പസ്തോലിക വികാരിയത്തിൻ്റെ പ്രഥമ വികാരി എപ്പിസ്തോലികയും വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സ്ഥാപകനുമായ ദൈവദാസൻ മാത്യു മാക്കീലിൻ്റെ വീരോചിതമായ പുണ്യങ്ങളെക്കുറിച്ച് വാഴ്ത്തപ്പെട്ടവരുടെയും വിശുദ്ധരുടെയും നാമകരണ നടപടികൾക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി പുറപ്പെടുവിക്കുന്ന ഡിഗ്രി. എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന സുവിശേഷ തത്വം ഉൾക്കൊണ്ട് ദൈവദാസൻ മാത്യു മാക്കീൽ തൻ്റെ ആത്മീയ ജീവിതം നയിച്ചു. ദൈവമാണ് എൻ്റെ പ്രത്യാശ എന്ന അജപാലന മുദ്രാവാക്യം സ്വീകരിച്ച പിതാവ് തൻ്റെ ദൗത്യം പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ചു. സഹനങ്ങളിലും പരീക്ഷണങ്ങൾക്കിടയിലും അദ്ദേഹം തൻ്റെ പൂർണ്ണ വിശ്വാസം ദൈവപരിപാലനയിൽ അർപ്പിച്ചു. അഗാധമായ വിനയം, ഉദാരമായ ആത്മപരിത്യാഗം, കർത്താവിൻ്റെ ഹിതത്തോടുള്ള അചഞ്ചലമായ സമർപ്പണം എന്നിവ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള പാതയെ അടയാളപ്പെടുത്തി. തിരുസഭയുടെ ഒരു ഭക്തനായ പുത്രനും മിശിഹായുടെ തീഷ്ണതയുള്ള ശിഷ്യനുമായിരുന്ന അദ്ദേഹം ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം കണ്ടെത്തി. അവിടെ നിന്ന് ശക്തിയും ആശ്വാസവും നേടി. തൊമ്മൻ അന്ന ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി 1851 മാർച്ച് 27 മാഞ്ഞൂരിൽ മാത്യു മാക്കീൽ ജനിച്ചു. ഒരു കത്തോലിക്ക കുടുംബത്തിൽ വളർന്ന അദ്ദേഹം ചെറുപ്പം മുതലേ ആഴമായ ആത്മീയതയിൽ വളരുകയും പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുകയും ചെയ്തു. മാഞ്ഞൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1865 അദ്ദേഹം മാന്നാനം സെമിനാരിയിലും പിന്നീട് വരാപ്പുഴ സെമിനാരിയിലും പ്രവേശിച്ചു. 1874 മെയ് 30 വൈദികനായി അഭിഷിക്തനായി. വിവിധ ഇടയ ശുശ്രൂഷകൾക്ക് ശേഷം 1889 തെക്കുംഭാഗ കത്തോലിക്കരുടെ വികാരി ജനറലായി അദ്ദേഹം നിയമിതനായി. പ്രത്യേകിച്ച് തെക്കുംഭാഗ സമുദായത്തിലെ സ്ത്രീകളുടെ ആത്മീയവും സാമൂഹികവുമായ ഉന്നമനത്തിൽ വലിയ ശ്രദ്ധാലുവായിരുന്ന അദ്ദേഹം സ്ത്രീകളെ സമർപ്പിത ജീവിതത്തിലേക്കും ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 1892 ജൂൺ 24 ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹം കൈപ്പുഴയിൽ സ്ഥാപിച്ചു. 1896 ജൂലൈ 28 ലയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിയുടെ അപ്പസ്തോലിക് വികാരിയായി നിയമിച്ചു. അദ്ദേഹം 15 വർഷത്തോളം ഈ വികാരിയത്തിനെ നയിച്ചു. 41 ഇടയലേഖനങ്ങൾ എഴുതി. 1903 ദക്രേത്ത് നിയമസംഹിത രൂപീകരിച്ചു. 1909 ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം എന്ന പേരിൽ ഒരു വേദോപദേശ സംഗ്രഹം പ്രസിദ്ധീകരിച്ചു. സഭാപരമായ ഐക്യത്തിനും മാതൃകാപരമായ ഇടയ ശുശ്രൂഷയ്ക്കും അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു. 1911 ഓഗസ്റ്റ് 29 വിശുദ്ധ പത്താംപിയൂസ് മാർപ്പാപ്പ കോട്ടയം വികാരിയത്ത് ജ്ഞാനായ സമുദായത്തിനായി മാത്രം സ്ഥാപിക്കുകയും മാർ മാക്കീലിനെ അതിൻ്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്കയായി നിയമിക്കുകയും ചെയ്തു. 1914 ജനുവരി 26 താൻ മരിക്കുന്നതുവരെ അദ്ദേഹം പുതിയ വികാരിയത്തിനെ വലിയ തീക്ഷ്ണതയോടെ ശുശ്രൂഷിച്ചു. ധീരമായ വിശ്വാസം, ദൈവപരിപാലനയിലുള്ള ആശ്രയം,
അഗാധമായ കാരുണ്യം, ധീരമായ സേവനം എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിന് ദൈവദാസൻ ഒരു അഗാധമായ സാക്ഷ്യം നൽകി. ലാളിത്യത്തിൽ ജീവിച്ച അദ്ദേഹം നിശബ്ദതയിലും വിനയത്തിലും വ്യക്തിപരമായ വിശുദ്ധി ആചരിച്ചു. തെറ്റിദ്ധാരണകൾ, സഭാപരമായ വെല്ലുവിളികൾ, വ്യക്തിപരമായ കഷ്ടപ്പാടുകൾ എന്നിവ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് എല്ലാം മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ പങ്കാളിത്തമായി സ്വീകരിച്ചു. ദൈവഹിതത്തിനായുള്ള നിരന്തരമായ അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ അടയാളം. ദൈവദാസൻ്റെ ജീവിതകാലത്ത് വെളിവാക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷവും സജീവവും വർദ്ധിച്ചു വരുന്നതുമായ വിശുദ്ധിയുടെ മഹത്തായ പ്രശസ്തിയും ബെയാറ്റിഫിക്കേഷൻ, കാനനൈസേഷൻ നടപടികൾ ആരംഭിക്കാൻ സഭയെ പ്രേരിപ്പിച്ചു. കോട്ടയം രൂപതയിൽ നടന്ന രൂപത അന്വേഷണം 2009 ജനുവരി 26 ആരംഭിക്കുകയും 2015 നവംബർ 3 സമാപിക്കുകയും ചെയ്തു. തുടർന്ന് രേഖകൾ വിശുദ്ധരുടെ കാര്യാലയങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിക്ക് കൈമാറി. അത് 2017 ജനുവരി 13 നിയമപരമായ സാധുത അംഗീകരിച്ചു. പിന്നീട് പൊസിസിയോ സൂപ്പർ വീറ്റ വിർത്തീംബൂസ് എറ്റ് ഫാമ സാങ്ക്ടിറ്റാറ്റിസ്, ജീവിതത്തെയും പുണ്യങ്ങളെയും വിശുദ്ധിയുടെ പ്രശസ്തിയെയും കുറിച്ചുള്ള രേഖ തയ്യാറാക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. ഇത് 2021 മാർച്ച് 16 ചരിത്ര കൺസൾട്ടന്റുമാർ പരിശോധിച്ചു. അനുകൂലമായ അഭിപ്രായത്തെ തുടർന്ന് 2024 ജനുവരി 25 നടന്ന ദൈവശാസ്ത്രജ്ഞരുടെ പ്രത്യേക സമ്മേളനത്തിൽ ദൈവീക പുണ്യങ്ങളുടെ ധീരമായ തലത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തി. 2025 മെയ് 20 നടന്ന സാധാരണ സെഷനിൽ കർദിനാൾമാരും മെത്രാന്മാരും ഈ വിധി സ്ഥിരീകരിച്ചു. ഇതിലൊപ്പിട്ട കർദിനാൾ പ്രീഫെക്റ്റ് ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധ പിതാവ് ലയോ 14 അറിയിച്ചു. വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ വോട്ടുകൾ അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: ത്രാലസ് രൂപതയുടെ സ്ഥാനിക മെത്രാനും ചങ്ങനാശ്ശേരി കോട്ടയം വികാരിയത്തിൻ്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്കയുമായ ദൈവദാസൻ മാത്യു മാക്കിലിൻ്റെ ദൈവീക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹം, അതുപോലെ മൗലിക പുണ്യങ്ങളായ വിവേകം, നീതി, ധീരത, മിതത്വം, കൂടാതെ അനുബന്ധ പുണ്യങ്ങളും ധീരമായ തലത്തിൽ അനുവർത്തിച്ചിരുന്നുവെന്ന് ഈ സാഹചര്യത്തിലും ഇതിലെ ആവശ്യങ്ങൾക്കും വേണ്ടി സ്ഥിരീകരിക്കുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് ഈ പ്രഖ്യാപനം പ്രസിദ്ധീകരിക്കാനും വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ രേഖകളിൽ ഉൾപ്പെടുത്തുവാനും ഉത്തരവിട്ടു. റോമിൽ നിന്ന് 2025 മെയ് 22 നൽകിയത്. മർസലോ കാർഡിനാൽ സെമാറോ പ്രീഫെക്റ്റ്, ഫാബിയോ ഫബേനെ സെക്രട്ടറി.